അന്ന് ഏത് രീതിയിലാണ് കാണുന്നത് സംഘത്തിന്റെ ഇത്രയും നാള് ഇതുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി അങ്ങനെ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇതേ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ സാധിച്ചത്? അതിനകത്ത് ഒരു ഇന്റേണൽ ഡെമോക്രസി ഉണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയാം. ഇതിന്റെ പുസ്തകത്തിന്റെ അവതാരിക നന്നായിട്ടാണ് അതെങ്ങനെ ചെയ്തിട്ടുണ്ട്. 100 വർഷം പിന്നിട്ടൊരു സംഘടന അതെങ്ങനെ തുടങ്ങിയ കാലത്തേക്കാളും തുടർച്ചയായിട്ട് നിലനിൽക്കുന്നു എന്നിട്ട് എങ്ങനെ പറ്റി പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് അതിന്റെ സൈദ്ധാന്തിക അടിസ്ഥാനം. അത് ധാരാളിത്വം അതേപോലെ സാധ്യതകളുമായി ഉള്ളതല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനവും അതിന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സ്ഥിരത, ആ ഒരു ആദർശിക്കനുസരിച്ച് അതിന്റെ പ്രവർത്തകർ ഒരേ ലക്ഷ്യത്തോടുകൂടി തുടർച്ചയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സംഘടന നിലനിൽക്കും. സംഘം നിലനിൽക്കുന്ന പ്രധാന കാരണം ഒന്ന് സൈദ്ധാന്തിക അടിത്തറയും മറ്റൊന്ന് അത് വ്യക്തിനിഷ്ഠമല്ല, സംഘ ആദർശാധിഷ്ഠിതമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതും സംഘം രൂപം കൊണ്ട അതേ വസതിൽ തന്നെയാണ് 1925. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് വിശേഷമായിരുന്നു, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സിദ്ധാന്തമായിരുന്നു. അതിന്റെ 10-50 വർഷങ്ങൾക്ക് മുൻപ് ഈ ഇടതുപക്ഷ സിദ്ധാന്തത്തെ നിലനിർത്തിക്കൊണ്ട് DMSന്റെ സ്ഥാപനമായിട്ടുള്ള സംഘത്തിന്റെ കേരളത്തിൽ തന്നെ സംഘം ആരംഭിച്ച ബന്ധപ്പം തേടുന്നു. ഒരു പുസ്തകം ലഭിക്കുന്നു, കമ്മ്യൂണിസം സ്വയം മാറ്റിയെടുക്കുന്നത് എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുകൊണ്ട് അദ്ദേഹം അതിന്റെ സൈദ്ധാന്തിക അടിത്തറ എത്രമാത്രം അസാധ്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സൈദ്ധാന്തിക അപജയം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകം മുഴുവൻ തന്നെ ഇല്ലാതാകുന്നത്. ഇന്ന് അത് ആകെ നിലനിൽക്കുന്നത് ചൈനയിൽ മാത്രമാണ്. ചൈനയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് അമേരിക്ക ചൈന തട്ടിക്കൊണ്ടുപോയതോടുകൂടി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ഭരണം ഏതാണ്ട് അവസാനിച്ചു. ഇന്ന് അമേരിക്ക ചൈനയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണ്. ആ ചൈനയിൽ നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിത്തറയിലാണ്, മുതലാളിത്ത വ്യവസ്ഥയിലാണ്. എനിക്കൊന്ന് ഇന്ത്യയിലുള്ളതിനേക്കാളും കൂടുതൽ പോലീസുകാരന്മാർ ഇന്ന് ചൈനയിലുണ്ട്. സോഷ്യലിസം ആയിരുന്നുവെങ്കിൽ ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രാജ്യത്ത്, കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത്, സോഷ്യലിസ്റ്റ് രാജ്യത്ത് പോലീസുകാരന്മാരുണ്ടാവില്ല. പക്ഷേ ചൈനയിലെ പോലീസുകാരന്മാരുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ അനവധി സൈദ്ധാന്തികമായിട്ട് തകർന്നു. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ ഫണ്ടും അവിടെയുള്ള ഭൗതിക പിന്തുണയും അതേപോലെ ആയുധ പിന്തുണയും എല്ലാം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം ഗവൺമെന്റിലൂടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സഹായങ്ങളും നോക്കുന്നുണ്ട്. വരാറുണ്ടായി. അത് മലയാളത്തിലുള്ളതാണ്. അത് അച്ചടിക്കുന്നത് ചെന്നൈയിലെ ദക്ഷിണ എംബസിയിൽ. അത്തരം പുസ്തകാലയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സാമ്പത്തിക വരയിൽ നിന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വരയിൽ നിന്നു, ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് വിദേശത്തു നിന്നുള്ള ആയുധങ്ങൾ ശേഖരിക്കുന്നത്. അതെല്ലാം വളർന്നു. ചൈന പോലും ഈ പറയുന്ന ഇന്ത്യയിലുള്ള നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും
ആയുധവും പണവും കൊടുക്കുന്നത് മോദി ഗവൺമെന്റ് വന്നതോടുകൂടി പൂർണ്ണമായിട്ട് വേണം തന്നെ നിർത്തലാക്കിയെന്ന് പറയാം. ഈ തരത്തിൽ സാമ്പത്തികമായിട്ടും സൈദ്ധാന്തികമായിട്ടും ആശയപരമായിട്ടും വളരെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ന് നാമമാത്രമായിട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഇന്ത്യയിൽ ഇരിക്കുന്നത്. അതേസമയം സംഘമാകട്ടെ ഒരാദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്താധിഷ്ഠിതമല്ലാതെ നിലനിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ അതിലെ പ്രവർത്തകരെ അതിന്റെ ഭാരവാഹികളെ എല്ലാം തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലാണ്. ഒരു തീരുമാനം സംഘടിതമായിട്ട് അഖിലരാജ്യ പ്രതിനിധി സഭയോ അല്ലെങ്കിൽ ഏറ്റവും താഴെ തദ്ദേശാലത്തിലുള്ള കാര്യകാരി സദസ്സ് അവിടെ തീരുമാനങ്ങൾ അതെന്താണോ പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ ശരി, അവസാനം ആ തീരുമാനങ്ങൾ മുഴുവൻ സംഘടനയുടെ തീരുമാനം എന്നുള്ള രീതിയിൽ അതിലെ പ്രവർത്തകർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് സംഘം ഇടുക്കിക്ക് പോകാറുള്ളത്. വേറെ ആർക്കും ഉണ്ടാകാൻ പോകുന്നത് ഇന്നും സുശക്തമായി തന്നെ ഗവൺമെന്റ് നീണ്ടു നയിക്കുന്ന പ്രശ്നമായിട്ട് സംഘം മാറിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.